സർ, നന്നായി ഉറങ്ങുന്നവരെ പറ്റി തമാശയായിട്ട് നമ്മൾ കുംഭകർണൻ എന്ന് പറയാറുണ്ടല്ലോ, കുംഭകർണനെ പോലെ ഉറങ്ങുന്നവനെന്ന് പറയാറുണ്ട്. എന്നാൽ കുംഭകർണനെ പറ്റി നമുക്ക് ആലോചിക്കുമ്പോൾ നമ്മുടെ പഴയ കഥകളിലൊക്കെ അമിതവണ്ണമുള്ള ഒരാളാണ്. എന്നാൽ അങ്ങനെയല്ല, ഉറക്കം നമ്മുടെ വണ്ണം കുറയ്ക്കാൻ സഹായിക്കുമെന്നാണല്ലോ പറയുന്നത്. സാറിന് അതിനെപ്പറ്റി എന്താ പറയാനുള്ളത്? പണ്ടൊക്കെ ഈ കുടവയർ എന്ന് പറയുന്ന ആരോഗ്യത്തിൻ്റെ ഒരു വലിയ ലക്ഷണവും കുലീനതയുടെ വലിയ ലക്ഷണമൊക്കെ ആയിട്ട്, പക്ഷേ നമുക്കിപ്പോൾ അറിയാം അത് ആക്ച്വലി അതൊരു രോഗമാണത്. എല്ലാ രോഗങ്ങളുടെയും ഒരു ബേസിക് ഇഷ്യൂ എന്ന് പറയുന്നത് ഒബീസിറ്റിയാണ്. അപ്പോൾ അത് തീർച്ചയായിട്ടും ഇത് ഉറക്കവും ഈ ഒബീസിറ്റിയുമായിട്ട് അമിതവണ്ണമായിട്ട് വലിയ കണക്ഷനുണ്ട്. അതിൽ പ്രധാനമായിട്ട് 2-3 വിധത്തിലാണ് സംഭവിക്കുന്നത്. ഒന്ന്, ഈ ഉറക്കം കറക്റ്റല്ല, പ്രത്യേകിച്ചും കൂർക്കം വലിയൊക്കെ ഉള്ളതല്ല, അത് 3 വിധത്തിൽ സംഭവിക്കാം. ഒന്ന്, ഉറക്കം കറക്റ്റല്ലാത്തവരിൽ നമ്മുടെ ഞാൻ നേരത്തെ സൂചിപ്പിച്ച പോലെ ഈ കോർട്ടിസോൾ എന്ന് പറയുന്ന ഹോർമോൺ അതിൻ്റെ അളവ് വളരെ കൂടുതലായിരിക്കും. കാരണം സ്ട്രെസ് ഹോർമോൺസ് എന്ന് പറയും. ഉറക്കം കുറവുള്ളവരിൽ തീർച്ചയായിട്ടും സ്ട്രെസ്സ് കൂടുതലായിരിക്കും. അവരുടെ ശരീരത്തിൽ പൊതുവേ കോർട്ടിസോളിൻ്റെ അളവ് വളരെ കൂടുതലായിരിക്കും. അപ്പോൾ ഈ കോർട്ടിസോൾ എന്ന് പറയുന്നൊരു സാധനം പൊതുവേ നമ്മുടെ മെറ്റബോളിസത്തിനെ നേരിട്ട് ബാധിക്കുകയും ഇൻസുലിനെതിരായിട്ട് വർക്കുകയും ചെയ്യും. ഇൻസുലിൻ റെസിസ്റ്റൻസ് വരുമ്പോഴത്തേക്ക് ഇൻസുലിൻ്റെ അളവ് ശരീരത്ത് കൂടും. ഇൻസുലിൻ ശരീരത്ത് നമ്മുടെ ഒരു കോശത്തിൻ്റെ സർഫസിലാണ് അറ്റാച്ച് ചെയ്തിട്ടാണ് അതിൽ അകത്തോട്ട് ഗ്ലൂക്കോസിനെ കയറ്റി വരുന്നത്. അപ്പോൾ ഇൻസുലിൻ്റെ പ്രവർത്തനം കറക്റ്റ് അല്ലെങ്കിൽ നമ്മുടെ കോശത്തിനകത്ത് ഗ്ലൂക്കോസ് ആവശ്യത്തിന് കിട്ടാതെ വരുമ്പം നമുക്ക് കിട്ടുന്ന ഇൻഫർമേഷൻ ഇൻസുലിൻ ആവശ്യത്തിന് ഇല്ല എന്നുള്ളതാണ്. അപ്പോൾ അത് പാൻക്രിയാസിൽ വീണ്ടും ഡയറക്ഷൻ കൊടുത്ത് ബ്രെയിനൊക്കെ കൊടുത്തിട്ട് അത് കൂടുതൽ ഇൻസുലിൻ ഉണ്ടാക്കും. പക്ഷേ ഇൻസുലിൻ്റെ എഫക്റ്റ് ഇല്ല. അതാണ് ഇൻസുലിൻ റെസിസ്റ്റൻസ് സിൻഡ്രോം എന്ന് പറയും. ഇത് വന്നു കഴിഞ്ഞാൽ വളരെയധികം രോഗങ്ങളാണ്. പ്രധാനമായിട്ട് അത് വന്നു കഴിയുമ്പോൾ ഇൻസുലിൻ്റെ ഒരു എഫക്റ്റ് എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഉള്ള ഗ്ലൂക്കോസിനെ ഫാറ്റായിട്ട് മാറ്റുക എന്നുള്ളതാണ്. കോർട്ടിസോളിന് ഓൾസോ ആ ഒരു എഫക്റ്റ് നേരിട്ടുമുണ്ട്. അപ്പം 2 വിധത്തിൽ കോർട്ടിസോൾ ഇതിന് ഒബീസിറ്റി ഉണ്ടാക്കും. പിന്നെ രണ്ടാമത്തെ ഒരു കാര്യം എന്ന് പറഞ്ഞാൽ നമ്മുടെ 2 തരം ഹോർമോണുണ്ട്. വിശപ്പ് തോന്നിക്കാനുള്ള ഒരു ഹോർമോണുണ്ട്, ഗ്രലിൻ. ഈ ഗ്രലിൻ എന്ന് പറയുന്ന ഹോർമോൺ നമ്മുടെ ഇൻറ്റസ്റ്റൈൻ, അകത്തുള്ള ലൈനിങ് സെല്ല്, എൻഡ്രോസൈറ്റ്സ് എന്ന് പറയും, ആ ലൈനിങ് സെൽസിനകത്തുണ്ടാകുന്ന ഒരു ഹോർമോണാണ് ഈ ഗ്രലിൻ. നമുക്ക് ആമാശയമോ കുടലോ ഒക്കെ കുറച്ച് നേരം എം ടി ആകുമ്പോഴത്തേക്ക് ക്രമേണ ഗ്രലിൻ്റെ അളവ് കൂടുക. അന്നേരമാണ് നമുക്ക് വിശപ്പുണ്ടാകുന്നത്. അതൊക്കെ ഈ ഒരു നാച്ചുറൽ ബയോളജിക്കൽ പ്രോസസ്സാണ്. ഗ്രലിൻ കൂടുമ്പോഴാണ് നമുക്ക് വിശപ്പുണ്ടാകും. ഉറക്കം കുറവുള്ള വ്യക്തികളിൽ ഗ്രലിൻ്റെ അളവ് നിയന്ത്രണാതീതമായിട്ട് പോകും. അപ്പോൾ നമുക്ക് കൂടുതൽ വിശപ്പായിരിക്കും. നേരെ മറിച്ച് ലെപ്റ്റിൻ എന്ന് പറഞ്ഞൊരു ഹോർമോണുണ്ട്. അത് ഉണ്ടാകുന്നത് ഫാറ്റ് സെല്ലുകളിലാണ്. നമ്മൾ ഭക്ഷണം കഴിച്ച് ഗ്ലൂക്കോസ് എല്ലാം ആവശ്യത്തിന് ആയി രക്തത്തിൽ മാക്സിമം ലിവർ അതിനെ മാക്സിമം ഗ്ലൈക്കോജനായിട്ട് മാറ്റുന്നു. ബാക്കിയുള്ള ഗ്ലൂക്കോസ് ആവശ്യത്തിന് മാംസപേശികളെല്ലാം ഉപയോഗിച്ചിട്ടും അധികം ഉള്ളതെല്ലാം നമ്മുടെ ഫാറ്റ് സെല്ലിലോട്ടാണ് കയറുന്നത്. അവിടെ കയറി ആവശ്യത്തിന് ഫാറ്റ് സെല്ലിനകത്ത് ഗ്ലൂക്കോസ് ചെന്ന് കഴിഞ്ഞാൽ ഫാറ്റ് സെല്ല് ഉടൻ തന്നെ ലെപ്റ്റിൻ പ്രൊഡ്യൂസ് ചെയ്യും. ഇനി കഴിക്കരുത്, മതി. അതാണ് സേഷ്യേറ്റിംഗ് ഹോർമോൺ. ആ ലെപ്റ്റിൻ ഇതിനെ രണ്ടിനെയും നിയന്ത്രിക്കുന്നത് അൾട്ടിമേറ്റ്ലി നമ്മുടെ തലച്ചോറാണ്. ഹൈപ്പോതലാമസ് വഴി തലച്ചോറാണ്. അപ്പോൾ ഉറക്കം കുറവാണോ, ഈ ഗ്രലിൻ്റെ അളവ് കൂടുതലായിരിക്കും, ലെപ്റ്റിൻ്റെ അളവ് കുറവായിരിക്കും. അതുകൊണ്ടാണ് നമ്മൾ വിചാരിക്കും ഇവരൊക്കെ ഏത് ഒബീസ് പേഷ്യനോട് ചോദിച്ചാലും അവരൊക്കെ പറയും ഞങ്ങൾ കഴിക്കുന്നില്ല. പക്ഷേ ചോദിച്ചു നോക്കിയാൽ അവരുടെ ഹൈ കലോറി ഡയറ്റ് ഒരു വലിയ ഇമ്പോർട്ടൻറ്റ് ഫാക്ടറാണ്. അപ്പോൾ അതിലൊരു രണ്ടാമത്തെ കാരണം കോർട്ടിസോളിനോടൊപ്പം ഈ ഗ്രലിൻ്റെയും ഇതിൻ്റെയും ഇതാണ്. പിന്നെ പ്രത്യേകിച്ചും ഈ ഉറക്കം കുറവുള്ളൊരു വ്യക്തി എന്ന് പറഞ്ഞാൽ പൊതുവേ ഇന്ന് രാത്രി എനിക്ക് ശരിയായി ഉറങ്ങിയില്ലെങ്കിൽ നാളെ നമ്മുടെ ഫിസിക്കൽ ആക്ടിവിറ്റി തീർച്ചയായിട്ടും പിറ്റേന്ന് കുറവായിരിക്കും. അത് പല സയൻറ്റിഫിക് സ്റ്റഡിയും പ്രൂവ് ചെയ്തിട്ടുണ്ട്. നമ്മൾ റെഗുലറായിട്ട് എക്സസൈസ് ചെയ്യുന്ന ഒരാൾ ഒരിക്കലും ആ നോർമൽ ലെവലിലുള്ള എക്സസൈസ് പിറ്റേന്ന് ചെയ്യത്തില്ല. നല്ലതായിട്ട് 7-8 മണിക്കൂർ ഉറങ്ങുന്നൊരു വ്യക്തിക്ക് പിറ്റേന്ന് നല്ല രീതിയിൽ ആക്ടിവിറ്റി ചെയ്യാനോ എക്സസൈസ് ചെയ്യാനോ പറ്റത്തുള്ളൂ. അപ്പോൾ ആ ആക്ടിവിറ്റിയും കുറയും. ഇത് 3ഉം കൂടെ ചേരുമ്പോഴാണ് ഒബീസിറ്റി വന്നു കഴിയുമ്പം പിന്നെ മൂന്നാമതൊരു കാര്യമുണ്ട്. ഇത് കഴുത്തിലൊക്കെ വന്ന് തൊണ്ടയുടെ മാംസപേശികളിൽ ഡിപ്പോസിറ്റ് ആയാൽ എന്ത് പറ്റും, തൊണ്ടയുടെ മാംസപേശികളുടെ സ്റ്റിഫ്നെസ് കുറയും. അപ്പം ഞാൻ ഉദാഹരണമായിട്ട് പറയാം, നമ്മളെ ശ്വസിക്കുന്ന എയർ മൂക്ക് വഴി തൊണ്ടയിൽ വന്നിട്ട് ട്രക്കിയ നമ്മുടെ വിൻ പൈപ്പ് വഴി ശ്വാസകോശത്ത് പോയാണ് നമ്മൾ ഓക്സിജൻ കിട്ടുന്നത്. ഞാൻ ശ്വാസം ഉള്ളിലോട്ട് എടുക്കുമ്പം നെഞ്ചിനകത്ത് ലങ്സിനകത്ത് ഒരു നെഗറ്റീവ് പ്രഷർ വരും. ആ നെഗറ്റീവ് പ്രഷർ തൊണ്ട വഴി മൂക്കിൻ്റെ അറ്റത്ത് വരുമ്പോഴാണ് നമുക്ക് എയർ കയറുന്നത്. ഈ ശ്വാസകോശം
നമുക്കൊരിക്കലും തന്നെത്താനെ കൊളാപ്സ് ചെയ്യത്തില്ല, കാരണം അതിന് ചുറ്റും വാരിയല്ലാണ്. മൂക്കിനകവും നോർമലി കൊളാപ്സ് ചെയ്യത്തില്ല, അല്ലെങ്കിൽ വലിയ പോളിപ്സോ ദശയോ ഒക്കെ ഉണ്ടെങ്കിലേ ഉള്ളൂ. പക്ഷേ തൊണ്ട എന്ന് പറയുന്നതിനകത്ത് ചുറ്റും ബോണൊന്നും ഇല്ല, അത് ചുറ്റും അതിൻ്റെ സ്റ്റിഫ്നെസ്. തൊണ്ട ഈ നെഗറ്റീവ് പ്രഷർ വരുമ്പം കൊളാപ്സ് ചെയ്യാതിരിക്കാൻ അതിന് ചുറ്റുമുള്ള മാംസപേശികളുടെ സ്റ്റിഫ്നെസ്സാണ്. ഈ സ്റ്റിഫ്നെസ്, ഈ ഫാറ്റ് വന്ന് അവിടെ ഡിപ്പോസിറ്റ് ചെയ്താൽ അതിൻ്റെ സ്റ്റിഫ്നെസ് കുറയും. ഈ സ്റ്റിഫ്നെസ് കുറയുമ്പോഴാണ് അത് വൈബ്രേറ്റ് ചെയ്യാൻ തുടങ്ങുക. അതാണ് സ്നോറിങ് അല്ലെങ്കിൽ ഒബ്സ്ട്രക്റ്റീവ് സ്ലീപ്പ് ആപ്നിയ. ഉറക്കത്തിൻ്റെ ഇടയിൽ ശ്വാസം ഇടയ്ക്ക് നിന്ന് വന്ന സ്നോറിങ്ങിൻ്റെ ഒരു കടുത്ത സ്റ്റേജാണ് ഒബ്സ്ട്രക്റ്റീവ് സ്ലീപ്പ് ആപ്നിയ. ഇതോടൊപ്പം ഈ ഫാറ്റ് വരുന്നതിനോടൊപ്പം സ്ട്രെസ് ഓൾസോ വൺ തിങ് വിച്ച് ഈ നമ്മളെ മാംസപേശിയുടെ സ്റ്റിഫ്നെസ് കുറയ്ക്കുന്നതാണ്. അതുകൊണ്ട് കൂർക്കം വലിയുടെ ഒരു നമ്പർ 1 റീസൺ, ഒന്ന് സ്ട്രെസ്സ്, നമ്പർ 2 ഈ പറഞ്ഞ ഈ ഒബീസിറ്റി. അപ്പോൾ ഇങ്ങനെയാണ് നമ്മുടെ ഉറക്കവും ഒബീസിറ്റിയും കൂടെ ഉള്ള ഇത്. അത് കഴിയുമ്പോഴത്തേക്ക് ഫാറ്റി ലിവർ അങ്ങനെയുള്ള പല പല കോംപ്ലിക്കേഷനിൽ സ്ത്രീകളിലാണെങ്കിൽ PCOS എന്ന് പറയും, PCOD എന്ന് പറയുന്ന അത്, അതേപോലെ ഹൈപ്പർ ടെൻഷൻ, ഡയബറ്റിസ്, ഇൻസുലിൻ റെസിസ്റ്റൻസിൻ്റെ ഹാർട്ട് ഡിസീസ്, കാർഡിയോവാസ്കുലർ പ്രോബ്ലംസ് എല്ലാം ഇതുമായിട്ടെല്ലാം കണക്ട്. ഈവൻ നമ്മളെ ഇമ്മ്യൂൺ സിസ്റ്റം പോലും എല്ലാം ഇതോടെ ഡീറേഞ്ച് ആവും. പിന്നെ കൂർക്കമ്പല്ലിയിൽ വരുന്ന വേറൊരു പ്രശ്നം എന്ന് പറയുന്നത്, കൂർക്കമ്പല്ലിയും കൂടെ വന്നു കഴിയുമ്പോൾ എന്ത് പറ്റും, നമ്മൾ ശ്വസിക്കുന്നതിനകത്തുള്ള ഓക്സിജൻ്റെ അളവ് കുറയുകയാണ്. ഓക്സിജൻ കുറഞ്ഞാൽ എന്താണ്, നമ്മൾ കഴിക്കുന്ന ഭക്ഷണം കാർബൺ ഡൈ ഓക്സൈഡും വാട്ടറുമായിട്ട്, ഗ്ലൂക്കോസിനെ കാർബൺ ഡൈ ഓക്സൈഡും വാട്ടറുമായിട്ട് മാറ്റണമെങ്കിൽ എന്ത് വേണം, ഓക്സിജൻ വേണം. ഈ ഓക്സിജൻ കുറഞ്ഞു കഴിഞ്ഞാൽ തലച്ചോറിന്, ബ്രെയിനിന് ഓക്സിജൻ ഉണ്ടായാലേ പറ്റൂ. സോ ഇപ്പം നമ്മുടെ 100% ഓക്സിജൻ വേണ്ടടുത്ത് സപ്പോസ് യു ഗെറ്റ് ഓൺലി 95%. അപ്പോൾ 5% കുറഞ്ഞു കഴിഞ്ഞാൽ ഉടൻ തന്നെ ബ്രെയിൻ അത് ഡിറ്റക്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ ബ്രെയിൻ വിൽ ഡയറക്റ്റ് റെസ്റ്റ് ഓഫ് ദ ബോഡി അത് അധികം ഓക്സിജൻ ഉപയോഗിക്കരുതെന്ന് പറയും. ഉപയോഗിക്കാതിരുന്നു കഴിഞ്ഞാൽ നമുക്ക് ഈ ഗ്ലൂക്കോസിനെ കുറച്ചൊക്കെ മെറ്റബോളൈസ് ചെയ്യാം, ഉപയോഗിച്ച് എനർജി കുറച്ചൊക്കെ ഉണ്ടാക്കാൻ പറ്റും. പക്ഷേ ഒരിക്കലും നമുക്ക് അതിനെ കാർബൺ ഡൈ ഓക്സൈഡും വാട്ടറായിട്ട് മാറ്റാൻ പറ്റത്തില്ല. ഗ്ലൂക്കോസിനെ നമ്മളൊരു ഇൻ്റർമീഡിയറ്റ് കെമിക്കലായിട്ട് മാറ്റും, പൈറുവേറ്റ് എന്ന് പറയും. ഈ പൈറുവേറ്റ് കോശങ്ങളിനകത്ത് അടിഞ്ഞു കഴിഞ്ഞാൽ ആദ്യം സംഭവിക്കുന്ന ഈ പൈറുവേറ്റ് എല്ലാം ഫാറ്റായി മാറുക. അങ്ങനെയാണ് നമുക്ക് ഒബീസിറ്റി ഉണ്ടാകാനുള്ള ഒരു പ്രധാന കാരണങ്ങളിലൊന്ന്. സ്നോറിങ് ഉള്ളവർക്ക് മെലിഞ്ഞിരുന്നു കഴിഞ്ഞാലും ക്രമേണ അവർക്ക് ഒബീസിറ്റി ഉണ്ടാകും. അപ്പോൾ അതുകൊണ്ട് പല വിധത്തിൽ സ്ലീപ്പും ഈ ഒബീസിറ്റിയായിട്ട് ഭയങ്കരമായിട്ട് കണക്റ്റഡാണ്. സാർ ഇപ്പം പറഞ്ഞ പ്രകാരമാണെങ്കിൽ ഇൻസുലിൻ റെസിസ്റ്റൻസ് കൂട്ടുമെന്ന് പറഞ്ഞല്ലോ. അപ്പോൾ തീർച്ചയായിട്ടും ഫാറ്റി ലിവറും അതുപോലെ പ്രമേഹ രോഗികളുടെ പ്രമേഹം കൺട്രോൾ ആക്കാനുള്ള ബുദ്ധിമുട്ടും ഉറക്കം കുറഞ്ഞാൽ വരാമെന്ന് മനസ്സിലായി. സാർ അപ്പോൾ അതുപോലെ അല്ല, തീർച്ചയായിട്ടും അതായത് ഞാൻ വളരെയധികം കേസുകൾ കണ്ടിട്ടുണ്ട്. ഈ എത്രയും മാക്സിമം മരുന്ന് കഴിച്ചിട്ട്, ഇൻസുലിൻ എടുത്തിട്ടും അതുപോലെ പ്രഷറിൻ്റെ ഗുളിക കഴിച്ചിട്ടും ഈ കൺട്രോൾ ആവാത്ത കേസുകളിൽ ബഹുഭൂരിപക്ഷം കേസുകളിലും അവർക്ക് ഒന്നീ സ്ലീപ്പ് ഇൻസോംനിയ എന്ന് പറയുന്ന സ്ലീപ്പ് ആവശ്യത്തിന് ഇല്ലാത്ത അവസ്ഥ അല്ലെ കൂർക്കം വലി. ഇത് മജോറിറ്റി കേസുകളിലും അത് തീർച്ചയായിട്ടും ഒരു കാരണമാണ്. പക്ഷേ അത് നമ്മുടെ പല ഡോക്ടർമാരും അത് ഡിറ്റക്റ്റ് ചെയ്യുന്നുണ്ടോ കണ്ടുപിടിക്കുന്നുണ്ടോ എന്ന് എനിക്ക് സംശയമുണ്ട്. സാർ ഇപ്പോൾ അതുപോലെ ഇപ്പോൾ രാത്രി പരീക്ഷാ സമയത്ത് പഠിക്കേണ്ടി വരുമ്പോഴും രാത്രി ലേറ്റായിട്ട് ഡ്രൈവ് ചെയ്യേണ്ടി വരുമ്പോഴും ഒക്കെ നമ്മൾ പലപ്പോഴും ചായയും കാപ്പിയൊക്കെ കുടിച്ചുകൊണ്ടാണ് അതിനായിട്ട് ഒരുമ്പെട്ട് ഇറങ്ങുന്നത്. അപ്പോൾ ഈ ചായയും കാപ്പിയും ഉറക്കവും തമ്മിലുള്ള ബന്ധം എങ്ങനെയാണ് സാർ? അത് പറഞ്ഞുതരാം. ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, ഈ ഉറക്കം ഉണ്ടാകാനുള്ള ഒരു ഇതെന്ന് പറയുന്നത് നമ്മുടെ സിർക്കാഡിയൻ റിതം, നമ്മുടെ ബയോളജിക്കൽ ക്ലോക്കുമായിട്ടുള്ള ബന്ധമാണ്. മെലറ്റോണിൻ പ്രൊഡ്യൂസ് ചെയ്ത മെലറ്റോണിനാണ് നമ്മുടെ ഉറക്കം ഉണ്ടാക്കാനുള്ള ഒരു പ്രധാന ഹോർമോൺ. അത് ഉണ്ട്. അത് കൂടാതെ വേറൊരു കാര്യം എന്ന് പറയുന്നത്, ഉറക്കം ഉണ്ടാകാനുള്ള വേറൊരു പ്രധാന കാരണം എന്ന് പറയുന്നത്, നമ്മുടെ രാവിലെ നമ്മൾ ഉണർന്നു കഴിഞ്ഞാൽ വളരെയധികം നമ്മളെ പ്രവർത്തനങ്ങളിൽ ഏർപ്പെടുകയാണ്. ഓരോ പ്രവർത്തനത്തിലും വളരെയധികം രാസവസ്തുക്കൾ നമ്മുടെ ശരീരത്തുണ്ടാകുന്നുണ്ട്. ഇതിനെല്ലാം ഒരു ലെവലിനപ്പുറം ഈ രാസവസ്തുക്കൾ നമുക്ക് കൂടാൻ പാടില്ല. കാരണം അങ്ങനെ കൂടിയാൽ അത് നമ്മളെ ടോക്സിൻസാണ് പലതും. അതുമല്ല, നമ്മളെ കെമിക്കൽ ഒരു ബാലൻസ് ഉണ്ട്, ആ ബാലൻസ് പോവും. അപ്പോൾ ആ ബാലൻസിന് പറയുന്ന പേരാണ് ഹോമിയോസ്റ്റേസിസ്. അപ്പോൾ ഈ ഹോമിയോസ്റ്റേസിസ് നിലനിർത്തുക എന്നുള്ളത് നമ്മളെ ഒരാൾ വരെ നമ്മുടെ ശരീരത്തിന് പറ്റും. കുറേയൊക്കെ ഡീറേഞ്ച്, ഇപ്പോൾ നമ്മളൊരു ഫിസിക്കൽ ഒരു എക്സസൈസ് ചെയ്യുന്നു, കുറേ കഴിയുമ്പോൾ നമുക്ക് ക്ഷീണം വരുന്നത് ആ ഹോമിയോസ്റ്റേസിസ് മാറുന്നതുകൊണ്ടാണ്. അപ്പോൾ ആ സമയത്ത് നമ്മളത് നിർത്തുക എന്നുള്ളത് വളരെ പ്രധാനമാണ്. അപ്പം ഈ ഹോമിയോസ്റ്റേസിൻ്റെ ഒരു ഭാഗമായിട്ട് നമ്മുടെ ശരീരത്തിൽ അഡിനോസിൻ എന്ന് പറഞ്ഞൊരു ഹോർമോൺ ഉണ്ടാകുന്നുണ്ട്. ഈ അഡിനോസിൻ
രാവിലെ നമ്മൾ എണ്ണീറ്റ് അത് പ്രവർത്തനം മാത്രമല്ല, സൂര്യപ്രകാശം പോലും, സൂര്യനെ കണ്ടാൽ പോലും നമ്മുടെ ശരീരത്തെ ഏറ്റവും കൂടുതൽ അഡിനോസിൻ രാവിലെ മുതലേ ഉണ്ടാകും. ഇപ്പോൾ പകൽ വെളിച്ചം എന്ന് പറയുന്നൊരു കാര്യം നമ്മുടെ ബോഡിയിലും തലച്ചോറിലും അഡിനോസിൻ കൂട്ടുന്ന ഒരു ഇതാണ്. ഈ അഡിനോസിൻ്റെ അളവ് രാവിലെ ഒരു 6-7 മണിക്ക് നമ്മൾ ഉണർന്നും പ്രവർത്തനങ്ങൾ തുടങ്ങി ഒരു സന്ധ്യയൊക്കെ ആകുമ്പോൾ അഡിനോസിൻ്റെ ലെവൽ അതിൻ്റെ മൂർധന്യത്തിലെത്തും. അത് ആ ലെവൽ ഒരു 10 മണി വരെ 11 മണി വരെയൊക്കെ അതുപോലെ നിൽക്കും. അപ്പോൾ ആ അഡിനോസിൻ്റെ ലെവല് അത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അഡിനോസിൻ കൂടെ വേണം മെലറ്റോണിനോടൊപ്പം ഈ സ്ലീപ്പ് കണ്ടിന്യൂസ് ആയിട്ട് 7-8 മണിക്കൂർ പോകണമെന്നുണ്ടെങ്കിൽ ഈ 2 ഹോർമോണും കൂടെ സഹായിച്ചാലേ ഒന്നിച്ച് പ്രവർത്തിച്ചാലേ നടക്കും. കോഫിയിലുള്ള കഫീൻ എന്ന് പറയുന്ന അതുണ്ടല്ലോ, അത് കോഫിയിൽ ഉള്ളതിൻ്റെ നേർപകുതി ഈക്വൽ എമൗണ്ട് ചായയിലും ഉണ്ട് കേട്ടോ. അതായത് നമ്മൾ ഒരു ഒരു കോഫി കുടിക്കുന്നതിന് തുല്യമാണ് 2 കപ്പ് ചായ കുടിക്കുന്നത്. പക്ഷേ അതിന് ഗുണങ്ങളും ഉണ്ട് കേട്ടോ. ഇത് ഞാൻ കാപ്പിക്കും ചായക്കും ഞാൻ മോശമെന്നല്ല പറയുന്നത്. പക്ഷേ ഈ കഫീന് നമ്മളെ തലച്ചോറിൽ അഡിനോസിനെ ബ്ലോക്ക് ചെയ്യുന്ന ഒരു സാധനം, അഡിനോസിൻ്റെ പ്രവർത്തനം ബ്ലോക്ക് ചെയ്യും. അതുകൊണ്ടാണ് രാത്രി കാപ്പി കുടിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഉറങ്ങാതൊക്കെ കുറേ പോകാൻ പറ്റും. പക്ഷേ ഒരു കാര്യം മനസ്സിലാക്കേണ്ടത്, സ്ലീപ്പും ഞാൻ ഈ വണ്ടി ഓടിക്കുന്ന ഡ്രൈവിങ്ങിനെയും കുട്ടി പറയുമ്പോൾ ഒരു കാര്യം കൂടെ പറയാൻ ബാധ്യസ്ഥനാണ്. കാരണം ലോകത്ത് അമേരിക്കയിൽ ഒരു വലിയ സ്റ്റഡി നടന്നു. അതിൽ മേജർ റോഡ് ആക്സിഡൻറ്റ്സ് നോക്കിയപ്പോൾ ഒരു വ്യക്തി നോർമലി 8 മണിക്കൂർ ഉറങ്ങേണ്ട ഒരു വ്യക്തി തലേന്ന് രാത്രി 6 മണിക്കൂർ മാത്രമേ ഉറങ്ങിയിട്ട് വണ്ടി ഓടിക്കുകയാണെങ്കിൽ ദ ചാൻസ് ഓഫ് മേക്കിംഗ് ആൻ ആക്സിഡൻറ്റ് ഈസ് 3 times. മനസ്സിലായി? നേരെ മറിച്ച് ആ വ്യക്തി 4 മണിക്കൂറേ ഉറങ്ങിയിട്ടുള്ളൂ എന്നുണ്ടെങ്കിൽ ദ ചാൻസ് ഈസ് 11.5 times. അത് ഞാൻ എൻ്റെ ബുക്കിൽ നോട്ട് ചെയ്തിട്ടുണ്ട്. ഡോക്ടർ മാത്യു വാക്കറിൻ്റെ വൈ വി സ്ലീപ്പ് എന്ന് പറയുന്ന ആ ബുക്കിനകത്തും അത് അദ്ദേഹം എഴുതിയിട്ടുണ്ട്. അതാണ് ഞാൻ കോട്ട് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഇതൊരു വലിയ ഒരു ഫാക്റ്റാണ്. ഞാൻ റോഡ് സേഫ്റ്റി ടെക്നിക്കൽ മെമ്പറായിരുന്നു. അതുകൊണ്ട് ഞാൻ ബാക്കിയുള്ള ആക്സിഡൻറ്റുകൾ പല ആർട്ടിക്കിൾസ് എല്ലാം വായിച്ചതെന്നെല്ലാം മനസ്സിലാക്കിയത് നമ്പർ 1 ഇതെന്ന് പറയുന്നത് റീസൺ ഫോർ മേജർ ആക്സിഡൻറ്റ് ഈ സ്ലീപ്പ്. ഒന്നിൽ നോക്കിക്കഴിഞ്ഞാൽ അറിയാം, ഫേറ്റൽ ആക്സിഡൻറ്റ്സ് ബഹുഭൂരിപക്ഷം രാത്രി 11 വെളുപ്പിന് 6 മണിക്ക് ഇടയ്ക്കാണ്. കാരണം ഇവർ ഉറങ്ങാതെ ഓടിക്കുകയാണ്. അമേരിക്കയിലൊക്കെ ഒരാൾ ഒരു ആക്സിഡൻറ്റ് ഉണ്ടാക്കിയാൽ മേജർ ആക്സിഡൻറ്റ് ഉണ്ടാക്കിയാൽ ഹി ഹാസ് ടു അണ്ടർഗോ എ സ്ലീപ്പ് സ്റ്റഡി. കമ്പൾസറിയാണ് ഇപ്പം. സ്ലീപ്പ് സ്റ്റഡി നടത്തി സ്ലീപ്പ് സ്റ്റഡിയിൽ സ്നോറിങ് ഉണ്ടെന്ന് മനസ്സിലാക്കിയാൽ അയാൾ അതിനെ ട്രീറ്റ്മെൻറ്റ് എടുത്ത് CPAP എന്ന് പറയുന്ന മെഷീൻ ഉപയോഗിക്കുന്നെന്ന് സർട്ടിഫൈ ചെയ്താൽ മാത്രമേ ലൈസൻസ് തിരികെ കിട്ടത്തുള്ളൂ. അത്രയ്ക്ക് ഇമ്പോർട്ടൻ്റ് ആണ് നമ്മുടെ സ്ലീപ്പ്. അപ്പോൾ അതാണ് കാപ്പിയുടെ പറഞ്ഞല്ലേ. പക്ഷേ കോഫിക്ക് കുറേ ഗുണങ്ങളുണ്ട്. ഒരു ഗുണം ഞാൻ പറഞ്ഞുതരാം. അത് പണ്ട് ട്രിവാൻഡ്രം മെഡിക്കൽ കോളേജിൻ്റെ ഡയമണ്ട് ജൂബിലി 60ാമത്തെ ഇതിനകത്ത് ജോൺ ഹോപ്കിൻസ് ഇൻസ്റ്റിറ്റ്യൂട്ടിൻ്റെ ഹെപ്പറ്റോളജിയുടെ ഹെഡ് ഡോക്ടർ പോൾ തുളുവത്ത് വന്നിരുന്നു. അപ്പോൾ അന്ന് പുള്ളി പ്രസൻറ്റ് ചെയ്തൊരു പേപ്പറിൽ പുള്ളി പറഞ്ഞതാണ് ദേ സ്റ്റഡീഡ് ദ ബെനിഫിറ്റ്സ് ഓഫ് ന്യൂട്രീഷണൽ അഡിറ്റീവ്സ്. നമ്മളിപ്പോൾ ഒത്തിരി ന്യൂട്രീഷണൽ അഡിറ്റീവ്സ് കഴിക്കുന്നുണ്ടല്ലോ. അതിൽ നോക്കിയപ്പോൾ ദേ ഫൗണ്ട് ഓൺലി ഇൻ ആൽക്കഹോളിക് ഹെപ്പറ്റൈറ്റിസ്, ഈ ഫാറ്റി ലിവർ പോലെ വരുന്ന ആൽക്കഹോളിക് ഹെപ്പറ്റൈറ്റിസ്. അപ്പോൾ അതിൽ പറഞ്ഞത് ദർ ആർ ഓൺലി 2 കാര്യങ്ങളെ അത് ബെനിഫിറ്റ് ആണല്ലോ. ഒന്ന് കോഫി, ഒന്ന് ടീ ആണ്. കോഫി പ്രിവെൻറ്റഡ് 80% ഈ ഫാറ്റി ലിവർ ആൻഡ് ടീ 40%. ബിക്കോസ് പക്ഷേ അത് ഡീകഫിനേറ്റഡ് കോഫിക്കും ഇത് ബെനിഫിറ്റ് ഉണ്ടായി എന്നാണ് പറയുന്നത്. അത് പിന്നെ അത് അവരുടെ ആദ്യത്തെ സ്റ്റഡി അവിടെ ആയിരുന്നു. പക്ഷേ അത് കഴിഞ്ഞ് പല സ്റ്റഡിയും അത് പിന്നെ ഡെഫിനറ്റ്ലി പ്രൂവ് ചെയ്ത് കഴിഞ്ഞു. അപ്പോൾ കോഫിക്ക് കുറേ ബെനിഫിറ്റ് ഉണ്ട്. പിന്നെ അതൊരു സ്റ്റിമുലൻ്റാണ് ഇപ്പോൾ രാവിലെ. പക്ഷേ ഒരു കാര്യം നമ്മൾ മനസ്സിലാക്കി, കാപ്പി കുടിക്കുന്നത് ഞാനും കുടിക്കാറുണ്ട്. രാവിലെ ഉച്ചയ്ക്ക് മുമ്പ് 1-2 കോഫി കുടിക്കും. പക്ഷേ വൈകിട്ട് ഉറക്കത്തിന് ബുദ്ധിമുട്ടുള്ള വ്യക്തികൾ കഴിവതും 4 മണി 5 മണി കഴിഞ്ഞ് കോഫിയോ ചായയോ കുടിക്കാതിരിക്കുക. കാരണം നമ്മൾ ഈ കഫീൻ്റെ ഹാഫ് ലൈഫ് നമ്മളൊരു കപ്പ് കോഫിയിൽ 80 മില്ലിഗ്രാം കഫീനുണ്ടെന്ന് വെച്ചോളൂ. ആ കഫീൻ്റെ 50% നമ്മുടെ ശരീരത്തിൽ പോകണമെങ്കിൽ 6-7 മണിക്കൂർ കഴിയണം. അപ്പോൾ അത് ഇപ്പം നമ്മൾ 5 മണിക്ക് കുടിച്ചു കഴിഞ്ഞാൽ 11 മണിയായാലും 50% നമ്മുടെ ശരീരത്തിൽ കാണും. നേരെ മറിച്ച് രാവിലെ കഴിച്ചു കഴിഞ്ഞാൽ അതിൻ്റെ ഒരു 10% കാണത്തുള്ളൂ. വലിയ എഫക്റ്റ് കിട്ടത്തില്ല. അപ്പോൾ അതുകൊണ്ട് ഓൾവേസ് ഈ ഉറക്കം കുറവുള്ള വ്യക്തികൾ തീർച്ചയായിട്ടും ബെറ്റർ അവോയ്ഡ് കോഫി ടോട്ടലി ഓർ ഇഫ് പോസിബിൾ ഇൻ ദ ഈവനിങ് ഇറ്റ് സെൽഫ്. സാർ, അതുപോലെ പലരും പറഞ്ഞു കേട്ടിട്ടുണ്ട്, ഇന്ന് വലിയ ബുദ്ധിമുട്ടുള്ള ഒരു ദിവസം, ഇനി ഒരു പെഗ്ഗടിച്ച് ഉറങ്ങാം. ഈ മദ്യവും ഉറക്കവും തമ്മിൽ ശരിക്കും മദ്യം കുറച്ച് ഉറക്കം തരുമോ?
തീർച്ചയായിട്ടും അത് മയങ്ങും. ആക്ച്വലി നമ്മളെ പല ഉറക്ക മരുന്നുകളെന്ന് പറയുന്നതും ഈ മദ്യം എല്ലാം റിയലി ഇതൊന്നും നാച്ചുറൽ സ്ലീപ്പല്ല തരുന്നത്. ഇതെല്ലാം ഒരു ഡീപ്പ് സെഡേഷനാണ്. അതുകൊണ്ടാണ് ചെന്ന് കഴിഞ്ഞാൽ എല്ലാം അങ്ങ് ഉറങ്ങും. പക്ഷെ ഒരിക്കലും അവർക്ക് ഞാൻ പറഞ്ഞില്ലേ 4 സ്റ്റേജ് NREM 1, 2, 3 ആൻഡ് റം സ്ലീപ്പ് അത് പ്രോപ്പർ ലെവലിൽ ഒരിക്കലും കിട്ടത്തില്ല. നമ്മൾ ചോദിച്ചു നോക്കിയാൽ നല്ല മദ്യപാനികളോട് ചോദിച്ചാൽ മതി, അവർ ഡ്രീംസ് കറക്റ്റായിട്ട് കാണുമെന്നുള്ള കാര്യം. അവർ മെജോറിറ്റി വിൽ നോട്ട് സീ പ്രോപ്പർ ഡ്രീംസ്. അതിൻ്റെ അർത്ഥം അവർ റം സ്ലീപ്പിൽ കറക്റ്റായിട്ട് പോകത്തില്ല എന്നുള്ളതാണ്. അതേപോലെ അഥവാ കാണുവാണെങ്കിൽ അത് വലിയ ടെറിഫൈങ്, നമുക്ക് പേടിപ്പിക്കുന്ന അത് പലപ്പോഴും ഇവർക്കൊക്കെ കുറേ സൈക്കോളജിക്കൽ ഇഷ്യൂസൊക്കെ കാണും. അപ്പോൾ അങ്ങനെയുള്ള സിംറ്റംസ് ആയിരിക്കും ഡ്രീംസ് ആയിരിക്കും കാണുന്നത്. അതുകൊണ്ട് ഒരിക്കലും ഈ ആൽക്കഹോൾ ഒരു സ്ലീപ്പ് മെച്ചപ്പെടുത്തുന്ന വെറും തെറ്റിദ്ധാരണയാണ്. ഇപ്പോഴത്തെ കൺസെപ്റ്റിൽ ഈവൻ പണ്ടൊക്കെ ഹാർട്ട് നല്ല എന്നൊക്കെ പറയാമായിരുന്നു. പക്ഷേ ഇപ്പോഴത്തെ കൺസെപ്റ്റിൽ ഈവൻ ഒരു 30 ml ആൽക്കഹോൾ പോലും ശരീരത്തിനും ലിവറിനൊക്കെ ഭയങ്കര കേടാണ്. അതുകൊണ്ട് ഒരു കാരണവശാലും ഐ വോണ്ട് റെക്കമെൻഡ് ആൽക്കഹോൾ ടു ടേക്ക്. അതുപോലെ തന്നെയാണ് സാർ ഈ മൂക്കറ്റം തിന്ന് കിടന്നുറങ്ങാമെന്ന് പറയുന്നത് കേട്ടിട്ടുണ്ട്. അപ്പോൾ ഭക്ഷണത്തിൻ്റെ ക്വാണ്ടിറ്റിയും അതിനെന്തൊക്കെ കഴിച്ചാൽ നമ്മുടെ ഉറക്കം നന്നാവും, എന്തൊക്കെ അതിനെ ബാധിക്കും എന്നുള്ളതിനെ പറ്റി ഇവിടെ ഒന്ന് പറയാമോ സാർ? ഒരു കാര്യം പറയാനുള്ളത്, ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, നമ്മുടെ സിർക്കാഡിയൻ ഋതം അനുസരിച്ച് നമ്മുടെ ദഹനത്തിൻ്റെ കപ്പാസിറ്റി രാവിലെയാണ് ഏറ്റവും കൂടുതൽ. അതുകൊണ്ടാണ് നമ്മൾ സായിപ്പ്മാരെയൊക്കെ നോക്കിക്കഴിഞ്ഞാൽ അവിടെ ബ്രേക്ക്ഫാസ്റ്റ് നല്ല ഒന്നാം തരം ബ്രേക്ക്ഫാസ്റ്റ് ആയിരിക്കും. അവർ ഡിന്നറ് സന്ധ്യാസമയത്ത് നമ്മളൊരു 6-7 മണി കഴിഞ്ഞാൽ നമ്മുടെ ദഹനം പ്രോപ്പറി നോർമലി സിർക്കാഡിയൻ ഋതം അനുസരിച്ച് ഡൈജഷൻ നമുക്ക് കപ്പാസിറ്റി കുറവായിരിക്കും. അതേപോലെ ഇൻസുലിൻ്റെ പവർ ഓൾസോ വിൽ ബി ലെസ്. ഇൻസുലിൻ റെസിസ്റ്റൻസ് സെൻസിറ്റിവിറ്റി ഏറ്റവും കൂടുതൽ രാവിലെയാണ്. നേരെ മറിച്ച് ഈവനിങ് ആകുമ്പോഴത്തേക്ക് ഇൻസുലിൻ്റെ റെസിസ്റ്റൻസ് കുറവായിരിക്കും. അതുകൊണ്ട് ഒരിക്കലും വലിയ ഹെവി ഡിന്നർ ഒരു കാരണവശാലും നല്ലതല്ല. പ്രത്യേകിച്ചും നമുക്ക് ലേറ്റായിട്ട് കഴിക്കാം. ലേറ്റായിട്ട് കഴിച്ചു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും അത് നമ്മുടെ കറക്റ്റ് ഡീപ്പ് സ്ലീപ്പിലേക്ക് പോകാൻ ഭയങ്കര പ്രയാസം. പ്രത്യേകിച്ചും നമ്മുടെ നാട്ടിൽ വലിയൊരു വിഷയമാണ് ഈ ഗാസ്ട്രോ ഈസോഫാജിയൽ റിഫ്ലക്സ്. ഈ ആസിഡ് സെക്രേഷനും ദഹനരസവും തികട്ടി മേളി വരുന്ന ഉറക്കത്തിൽ മലന്ന് കിടക്കുമ്പോൾ പുളിച്ചേട്ടൽ വേണമെന്ന് നിർബന്ധമില്ല. പലർക്കും അത് ഉണ്ടാകും, പുളിച്ചേട്ടൽ വരാം. പക്ഷേ ഈ നെഞ്ചരിച്ചിൽ ഉണ്ടാകാം. അതേപോലെ തൊണ്ടയ്ക്ക് ഡ്രൈനസ്, അങ്ങനെയുള്ള ഇതെല്ലാം സംഭവിക്കുന്നതിൻ്റെ പ്രധാന കാരണങ്ങളിലൊന്നും നമ്മൾ ഈ വയറ് ഫുള്ളാണെങ്കിൽ ആമാശയത്തിനകത്തുള്ള പ്രഷർ കൂടും. കൂടുമ്പോൾ നമ്മൾ മലന്ന് കിടക്കുമ്പോൾ നമ്മൾ അന്നനാളം ലൂസാവുന്ന സമയത്ത് ഇതെല്ലാം കൂടെ തേട്ടി വരും. അപ്പോൾ അത് ഉറക്കത്തിനെ ഭയങ്കരമായിട്ട് ഡിസ്റ്റർബ് ചെയ്യും. പിന്നെ ഇപ്പം പൊതുവെ പറയുന്നത് നമുക്ക് ഈ മെലറ്റോണിൻ എന്നൊക്കെ പറയുന്ന ഹോർമോണുകൾ, സീറോട്ടോണിൻ, ഇതെല്ലാം ഉണ്ടാകുന്നത് ഒരു അമിനോ ആസിഡ് ട്രിപ്റ്റോഫാൻ. അപ്പോൾ ട്രിപ്റ്റോഫാൻ കൂടുതലുള്ള പ്രോട്ടീൻ ചേർന്ന ഫുഡ് വൈകിട്ട് നമ്മൾ ഉദാഹരണത്തിന് ഒരു ഗ്ലാസ് പാല് അല്ലാന്നുണ്ടെങ്കിൽ നട്ട്സ്, ഇതിനകത്തെല്ലാം ട്രിപ്റ്റോഫാൻ കൂടുതലുണ്ട്. അത് കഴിക്കുന്നത് കുറച്ച് ഇതിന് നല്ലതാണ്. അതൊന്നും 100% തിയററ്റിക്കലി കറക്റ്റാണ്. പക്ഷേ അതൊരു പ്രായോഗികമായിട്ട് കറക്റ്റാണോ എന്ന് എനിക്ക് തീർത്ത് പറയാൻ ഒക്കെയില്ല. അതേപോലെ മഗ്നീഷ്യം, പലരും മഗ്നീഷ്യം കഴിക്കുന്നുണ്ട്. മഗ്നീഷ്യം ഇങ്ങനെയുള്ള ഈ മെലറ്റോണിനൊക്കെ ഉണ്ടാകാനുള്ള കെമിക്കൽ പ്രവർത്തനത്തിൻ്റെ ഒരു കാറ്റലിസ്റ്റ് ആണ് കോഎൻസൈം എന്ന് പറയും, ആണെന്ന് പറയുന്നുണ്ട്. അപ്പോൾ അങ്ങനെ മഗ്നീഷ്യത്തിനും കുറച്ച് ബെനിഫിറ്റ് ഉണ്ട്. പക്ഷേ എന്ന് വെച്ച് മഗ്നീഷ്യം കഴിച്ചുകൊണ്ട് മാത്രം ഒരാൾക്ക് ഉറക്കമൊന്നും കിട്ടണമെന്ന് നിർബന്ധമില്ല. അതുപോലെ തന്നെ എക്സസൈസ് ചെയ്യുന്ന ഉറക്കം കിട്ടാൻ നല്ലതാണെന്ന് പറയുന്നുണ്ടല്ലോ സാർ. എന്നാൽ അമിതമായ എക്സസൈസ് ഉറക്കത്തിനെ പ്രതികൂലമായിട്ട് ബാധിക്കുകയും ചെയ്യാം. എക്സസൈസിൻ്റെ ക്വാണ്ടിറ്റി അതുപോലെ അത് എപ്പോൾ ചെയ്യുന്നു എന്നുള്ളതും ഒരു പ്രധാനപ്പെട്ട കാര്യമാണല്ലോ സാർ. നമ്മുടെ ആരോഗ്യത്തിൻ്റെ 3 പില്ലർ, ഒന്ന് നമ്മുടെ കറക്റ്റായിട്ടുള്ള ഭക്ഷണം, നമ്പർ 2 ആവശ്യത്തിനുള്ള സ്ലീപ്പ്, മൂന്നാമത് എക്സസൈസ്. ഇത് മൂന്ന് ബേസിക് പില്ലേഴ്സാണ്, യാതൊരു സംശയമില്ല. 3ഉം നമുക്ക് ആവശ്യമാണ്. നല്ല ന്യൂട്രീഷ്യസ് ആയിട്ടുള്ള എന്നാൽ മിതമായ ഭക്ഷണം. അപ്പോൾ ഇതിൽ എക്സസൈസിൻ്റെ ബെനിഫിറ്റ് നമ്മളെല്ലാം വിചാരിച്ചിരിക്കുന്നത് നേരിട്ട് എക്സസൈസ് കൊണ്ട് ഹൃദയം അങ്ങ് വികസിച്ച് നല്ല പവർ കൂടുക, അങ്ങനല്ല. എക്സസൈസിന് തീർച്ചയായിട്ടും ഭയങ്കര ബെനിഫിറ്റുണ്ട്. പ്രത്യേകിച്ച് എക്സസൈസിൻ്റെ ഏറ്റവും വലിയ ബെനിഫിറ്റ് എന്ന് പറയുന്നത് നമ്മുടെ ഈ മാംസപേശികൾ വർക്ക് ചെയ്യുമ്പോൾ 2 ബെനിഫിറ്റാണ് ഏറ്റവും പ്രധാനമായിട്ട്. ഒന്ന്, ഈ മാംസപേശികൾ നല്ല രീതിയിൽ പ്രവർത്തിക്കുമ്പോൾ നമുക്ക് ഇൻസുലിൻ ഇല്ലാതെ തന്നെ നമ്മുടെ ഗ്ലൂക്കോസ് മാംസപേശിക്കകത്ത് കയറും. അപ്പോൾ അങ്ങനെയുള്ളൊരു മെക്കാനിസം ഉണ്ട്. അപ്പോൾ ഇൻസുലിൻ നമുക്ക് കുറച്ച് മതി, നമ്മുടെ ബ്ലഡ് ഗ്ലൂക്കോസ് കുറഞ്ഞുകൊണ്ടേ ഇരിക്കും. അപ്പോൾ അത് ഒരു ഇൻസുലിൻ സെൻസിറ്റിവിറ്റി കൂട്ടുന്ന ഒരു കാര്യമാണ് എക്സസൈസ്. അത് വേണം. രണ്ടാമത്, ഈ മാംസപേശി എന്ന് പറയുന്നതും ഒരു എൻഡോക്രൈൻ ഗ്ലാൻഡാണെന്ന് വേണേൽ പറയാം.
കുറേ ഹോർമോൺസ് മാംസപേശിയിലുണ്ടാക്കുന്നുണ്ട്. അപ്പോൾ ഈ ഒരു നല്ല എക്സസൈസ് ചെയ്യുമ്പോൾ അതിൽ നിന്നുള്ള ഹോർമോൺസ് അത് നേരെ ബ്രെയിനിൽ ചെന്ന് മയോക്കൈൻസ് എന്നാണ് ഈ ഹോർമോണുകൾക്ക് പറയുന്ന പേര്. ഇത് തലച്ചോറിൽ ചെന്നാൽ തലച്ചോറിനെ അത് ഉത്തേജിപ്പിക്കുന്നുണ്ട്. ആ തലച്ചോറിൻ്റെ എല്ലാ പ്രവർത്തനങ്ങളും അതോടെ ഇമ്പ്രൂവ് ചെയ്യും. അപ്പോൾ അതുകൊണ്ട് തലച്ചോറാണ് പിന്നെ ബാക്കിയുള്ള നമ്മുടെ അവയവങ്ങളെല്ലാം അപ്പം കൂടുതലായിട്ട് നല്ല രീതിയിൽ മാനേജ് ചെയ്ത് പോകുന്നത്. അങ്ങനെ ഇൻഡയറക്റ്റ്ലി ഓൾസോ. പിന്നെ തീർച്ചയായിട്ടും എക്സസൈസ് ചെയ്യുമ്പം അസ്ഥിയിലെ ഓസ്റ്റിയോപൊറോസിസ് കുറയുന്നുണ്ട്, അസ്ഥിയിലെ രക്തോട്ടം കൂടുന്നുണ്ട്, ജോയിൻറ്റുകൾ മൂവ് ചെയ്യുന്നുണ്ട്, റിലാക്സ് ചെയ്യുന്നുണ്ട്, അങ്ങനെ കുറേ ബെനിഫിറ്റ് ഉണ്ട്. അതുകൊണ്ട് എക്സസൈസ് തീർച്ചയായിട്ടും വളരെ നല്ലതാണ്. പക്ഷേ ഒരു കാര്യം എനിക്ക് പറയേണ്ടത്, പലരും വിചാരിച്ചിരിക്കുന്നത് രാവിലെ പോയി ഒരു അരമണിക്കൂർ ജിമ്മിൽ ചെയ്ത് കഴിഞ്ഞാൽ ബാക്കി പിന്നെ കുഴപ്പമില്ല, പിന്നെ കിടന്നുകൊണ്ട് മൊബൈൽ കുത്തിയിരുന്ന് നമ്മളെ പലപ്പോഴും നമ്മുടെ ഇപ്പോഴത്തെ ഓഫീസ് വർക്കേഴ്സെല്ലാം പ്രത്യേകിച്ചും IT കുട്ടികളെല്ലാം പിന്നെ കണ്ടിന്യൂസ് ഇരുന്നുള്ള പ്രവർത്തനം അത് ഒരിക്കലും നല്ലതല്ല. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ എക്സസൈസ് ഒരു പർട്ടിക്കുലർ ടൈമിൽ ചെയ്യുന്നത് പോലോ അതിനേക്കാൾ ഇമ്പോർട്ടൻ്റാണ് രാവിലെ മുതൽ വൈകിട്ട് വരെ നമ്മുടെ മൂവ്മെൻറ്റ്, കണ്ടിന്യൂസ് മൂവ്മെൻറ്റ്. നമ്മുടെ ശരീരം ഉണ്ടാക്കിയിരിക്കുന്ന പകൽ മൂവ്മെൻറ്റിനും രാത്രി റെസ്റ്റിനുമാണ്. അപ്പോൾ അത് വളരെ ഇമ്പോർട്ടൻ്റാണ്. അത് എനിക്കിപ്പോൾ ഇവിടെ എടുത്ത് പറയേണ്ട ഒരു കാര്യമാണ്. നമ്മൾ അരമണിക്കൂർ 3/4 മണിക്കൂർ ഒരു പർട്ടിക്കുലർ ചെയ്തിട്ട് ബാക്കി സമയം മൊബൈലും കുത്തി കിടന്നാലേ അത് അബ്സൊല്യൂട്ട് യൂസ്ലെസ് ആണത്. അത് ചെയ്യാം. അറിയാം, നമ്മുടെ പ്രായമുള്ള അമ്മമാരൊക്കെ നോക്കാം, 90-100 വയസ്സിലൊക്കെ ഇപ്പോഴും ജീവിച്ചിരിക്കുന്നുണ്ട്. അവരെന്ത് ഫിസിക്ക് ജിമ്മിൽ പോയിട്ടാണ്. പക്ഷേ അവരുടെ എന്ന് പറഞ്ഞാൽ അവർ ഒരു നിമിഷം പോലും അടങ്ങിയിരിക്കത്തില്ല. വീട് കാര്യം നോക്കുക, പാചകത്തിന് ഓരോ മുറികളിൽ കയറി ഇറങ്ങുക, അയ്യത്തൊക്കെ ഉള്ള എന്തെങ്കിലുമൊക്കെ നോക്കുക. ഇങ്ങനെ ഒരു മേ ബി ഉച്ച കഴിഞ്ഞ് ചിലപ്പം സ്വല്പം പേര് വന്ന് കടന്നു വരും. അപ്പം അങ്ങനെയുള്ള ഇതാണ്. പിന്നെ ഏറ്റവും പ്രധാനം എക്സസൈസ് ചെയ്യാൻ ഏറ്റവും നല്ല സമയം ഔട്ട്ഡോർ എക്സസൈസ് ഈസ് ഓൾവേസ് ബെറ്റർ ദാൻ ഇൻഡോർ. കാരണം ഞാൻ പറഞ്ഞല്ലോ, നമ്മുടെ സിർക്കാഡിയൻ റിതം റെഗുലറൈസ് ചെയ്യാം. ഈ സൂര്യനുമായിട്ടുള്ള ആ കണക്ഷൻ നമ്മൾ 24 മണിക്കൂർ നമ്മൾ മുറിക്കകത്ത് ഇരുന്ന് കഴിഞ്ഞാൽ ആ കണക്ഷൻ നഷ്ടപ്പെട്ടു പോകും. നമ്മുടെ റിതം തെറ്റിക്കഴിഞ്ഞാൽ നമ്മുടെ മെറ്റബോളിസം എല്ലാം ഡീറേഞ്ച് ചെയ്യും. സോ ഐഡിയലി രാവിലെ ആണ് ഏറ്റവും നല്ല സമയം. സൂര്യപ്രകാശം ഉള്ളപ്പം നടന്നാൽ കുറച്ച് വൈറ്റമിൻ ഡിയും കൂടെ കിട്ടും. മിനിമം ഡ്രസ്സ് ഇട്ടുകൊണ്ട് വേണം നടക്കാൻ. അല്ലെങ്കിൽ വൈകിട്ട് 5-നും 6-നും ഇടയ്ക്ക് ഈ സൂര്യൻ അസ്തമിക്കുന്നതിന് തൊട്ട് മുമ്പ്. രാത്രി 7-8 എൻ്റെ ഒരു സുഹൃത്ത് 9 മണിക്ക് രാത്രി, ഞാൻ ഒരു ദിവസം വീട്ടിൽ 9 മണിക്ക് ചെന്നപ്പം പുള്ളി 9 മുതൽ 10 മണി വരെ ജിമ്മിൽ അവിടെ പുള്ളിയുടെ വീട്ടിൽ തന്നെയാണ് എക്സസൈസ് ചെയ്യണം. അത് ഭയങ്കര തെറ്റാണ്. കാരണം നമ്മുടെ ഉറക്കം വരാൻ ഒരു കാര്യം കൂടെ വേണം. നമ്മുടെ ശരീരത്തിൽ, ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, ബോഡി ടെമ്പറേച്ചർ രാത്രി കുറയുന്നു. അത് സിർക്കാഡിയൻ റിതത്തിൻ്റെ ഭാഗമാണ്. ആ കുറയണമെങ്കിൽ നമ്മളെ ആ സമയത്ത് എക്സസൈസ് ചെയ്താൽ കുറയത്തില്ല. ടെമ്പറേച്ചർ ഉള്ളിലെ ശരീരം ടെമ്പറേച്ചർ കൂടി തന്നെ നിൽക്കുക. അത് കൂടി നിന്ന് കഴിഞ്ഞാൽ നമുക്ക് ഡീപ്പ് സ്ലീപ്പ് കിട്ടത്തില്ല. അതുകൊണ്ടാണ് ഉറങ്ങുന്നതിന് തൊട്ട് മുമ്പ് ചെറിയ ചൂടുവെള്ളത്തിൽ കുളിച്ചിട്ട് കിടക്കാമെങ്കിൽ നല്ല സ്ലീപ്പ് കിട്ടും എന്ന് പറയുന്നതിൻ്റെ ഒരു കാരണം, ആ സമയത്ത് നമ്മുടെ അകത്തുള്ള ടെമ്പറേച്ചർ കുളിച്ച് കഴിഞ്ഞാൽ നമ്മുടെ കുറയും, ബോഡി പെട്ടെന്ന് തണുക്കും. അതേപോലെ ഉറങ്ങുന്ന സമയം നമുക്കറിയാമല്ലോ, ചൂട് കാലത്ത് നമുക്ക് പ്രോപ്പർ ഉറക്കം കിട്ടുന്നില്ല. നേരെ മറിച്ച് നല്ല മഴയത്ത് നല്ല സുഖമായിട്ട് കിടന്നുറങ്ങാം. ആ ബോഡി ടെമ്പറേച്ചർ കുറയുന്നുണ്ട്. AC ഉള്ളവരാണെങ്കിൽ അവർ AC ഇട്ട് മുറിയൊക്കെ തണുപ്പിച്ചിട്ട് കിടന്നാൽ ഉറക്കം കുറച്ചുകൂടെ ബെറ്ററാവും. സാർ, അതുപോലെ ഈ ബിസി ആയിട്ടുള്ള ഒരു ദിവസം ഉച്ചയ്ക്ക് ഒരു 10 മിനിറ്റ് കിടന്നു കഴിയുമ്പോൾ നമുക്കൊരു സുഖം ലഭിക്കുമല്ലോ, ഒരു ഉന്മേഷമൊക്കെ തോന്നുന്നു. ഈ ഉച്ച ഉറക്കത്തിനെ പറ്റി സാറിന് പറയാനുള്ള എന്താ? തീർച്ചയായിട്ടും അത് മനുഷ്യൻ നമ്മൾ ആഫ്രിക്കയിലാണെന്നല്ലോ ഹോമോസേപ്പിയൻസ് 3 ലക്ഷം വർഷം മുമ്പുണ്ടായത്. ആ സമയം മുതലേ നമ്മളെല്ലാം ഇവർ രാവിലെ എണീക്കുന്നു, വേട്ടയാടാൻ പോകുന്നു, എന്നിട്ട് 10-12 മണിയാകുമ്പം തിരിച്ചു വരുന്നു, എന്നിട്ട് ഭക്ഷണമൊക്കെ കിട്ടിയ സാധനങ്ങളെല്ലാം കൂടെ കഴിച്ചിട്ട് സ്വല്പം റെസ്റ്റ് എടുത്ത് പിന്നെ ഇറങ്ങുന്നത് ഈ വലിയ ചൂടെല്ലാം കഴിഞ്ഞ് വൈകിട്ടാണ്. അപ്പോൾ അങ്ങനെ ഒരു സിസ്റ്റം ഉണ്ടായിരുന്നു. അതിനെ സിയസ്റ്റ എന്ന് പറയും, പവർ നാപ്പ് എന്നൊക്കെ പറയും. അത് വളരെ നല്ലതാണ്. പ്രൊവൈഡഡ് രാത്രി നല്ല ഉറക്കം കിട്ടുന്ന ഒരു വ്യക്തി ഉച്ചയ്ക്ക് ഊണ് കഴിഞ്ഞിട്ട് ഒരു 10-15 മിനിറ്റ് കൂടുതലായിക്കൂടാ, ഇറ്റ് ഷുഡ് നോട്ട് ബി മോർ ദാൻ ഐഡിയലി ഒരു 30 മിനിറ്റ്സിൽ കൂടുതൽ പോകുന്നത് ശരിയല്ല. കഴിവതും ആ 30 മിനിറ്റ്സ് എന്ന് പറഞ്ഞാൽ ഒരു 3 മണിക്ക് മുമ്പ് ആയിരിക്കണം. 3 മണി കഴിഞ്ഞ് കിടന്നുറങ്ങിയാൽ അത് രാത്രി സ്ലീപ്പിനെയും ബാധിക്കും. അങ്ങനെ കിടന്നു കഴിഞ്ഞാൽ യു വിൽ ഫീൽ മോർ ഫ്രഷ്. അതുകൊണ്ടാണ് പവർ നാപ്പ് എന്ന് പറയുന്നത്. നമുക്ക് ഞാനും സമയം കിട്ടുന്ന സമയത്തൊക്കെ 10-15 മിനിറ്റൊക്കെ കിടക്കാറുണ്ട് ആ സമയത്ത്. പക്ഷേ അത് വളരെ നല്ലതാണ്. പ്രൊവൈഡഡ് ഈവൻ ഞാൻ അറിഞ്ഞത് ജപ്പാനിലൊക്കെ കുട്ടികളെ ഇരുന്ന് ഉറങ്ങാൻ ശീലിപ്പിക്കും സ്കൂളുകളിൽ. അങ്ങനെ ട്രെയിനിങ് ഉണ്ട്. നമ്മുടെ മകന് ജപ്പാനിൽ പോയപ്പോൾ മകൻ പറഞ്ഞതാണ്, അവിടുത്തെ സിസ്റ്റം അങ്ങനെയാണ്. കുട്ടികളും ഓഫീസിലും എല്ലാം വർക്ക് ചെയ്തിരുന്ന ഓഫീസിൽ പോലും ആൾക്കാർ ഊണ് കഴിഞ്ഞ് കഴിഞ്ഞാൽ അവർക്കറിയാം, ട്രെയിൻഡാണ്. 15 മിനിറ്റ് അത് നമ്മളങ്ങ് ഫ്രഷാകും അത് കഴിയുമ്പോൾ. സോ അതുകൊണ്ട് തെറ്റൊന്നുമില്ല, നല്ലതാണ്. സാർ, അതുപോലെ നമ്മുടെ വിദേശത്തു നിന്നൊക്കെ വരുന്ന സുഹൃത്തുക്കൾ, പ്രത്യേകിച്ച് അമേരിക്കയിൽ നിന്നൊക്കെ വരുന്നവർ ജെറ്റ് ലാഗാണെന്ന് പറയുന്നത്. എന്താണ് ഈ ജെറ്റ് ലാഗ്?
ജെറ്റ് ലാഗ് എന്ന് പറഞ്ഞാൽ നേരത്തെ ഞാൻ പറഞ്ഞ നമ്മുടെ ശരീരത്തിന് ഒരു ബയോളജിക്കൽ ക്ലോക്കുണ്ട്. ഓരോ കോശങ്ങൾക്കും ഒരു ക്ലോക്കുണ്ട്. അതിനെല്ലാം കൺട്രോൾ ചെയ്യുന്ന നമ്മുടെ തലച്ചോറിനകത്തുള്ള ഈ സൂപ്രാകയസ്മാറ്റിക് ന്യൂക്ലിയസ് വഴിയുള്ള ബയോളജിക്കൽ ക്ലോക്കുണ്ട്. നമ്മളിപ്പം അമേരിക്കയിൽ നിന്ന് ഒരു ദിവസം ഉച്ചയ്ക്ക് അമേരിക്കയിൽ നിന്നുള്ള എനിക്ക് തോന്നുന്നത് ഉച്ചയ്ക്കാണ്. അവിടെ നിന്ന് കയറിക്കഴിഞ്ഞാൽ നമ്മൾ ഒരു 18-20 മണിക്കൂർ കഴിയുമ്പം ഇവിടെ വരുമ്പോഴത്തേക്ക് നമ്മുടെ ഇവിടുത്തെ ടൈമിങ്, നമ്മുടെ ബോഡി അപ്പോഴത്തേക്ക് 20 മണിക്കൂർ കഴിഞ്ഞു. പക്ഷേ ഇവിടെ വരുമ്പോഴത്തേക്ക് വൈകിട്ട് രാത്രി ഒരു 7-8 മണിക്കൂറേ കഴിയുന്നുള്ളൂ. അപ്പം നമ്മുടെ സ്വന്തം ബയോളജിക്കൽ ക്ലോക്കും നമ്മൾ ഇറങ്ങുന്നിടത്തെ നോർമലായിട്ടുള്ള സമയക്രമവും ഇത് തമ്മിലുള്ള പൊരുത്തക്കേട് ഉണ്ടാകുന്നതാണ് ജെറ്റ് ലാഗ്. അത് നമ്മുടെ ശരീരം അഡ്ജസ്റ്റ് ചെയ്യാൻ കുറേ സമയമെടുക്കും, കുറേ ദിവസങ്ങളെടുക്കും. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ഈ ടൈം സോണ് 1 മണിക്കൂറിൻ്റെ ഡിഫറൻസ് ആണെങ്കിൽ അത് 1 ദിവസം എടുക്കും. ഇപ്പം അമേരിക്കയായിട്ട് നമുക്ക് 12 മണിക്കൂറിൻ്റെ ടൈം സോൺ ഡിഫറൻസ് ഉണ്ടെങ്കിൽ ആവറേജ് ഒരു 12 ദിവസം നമുക്ക് ഇത് കറക്റ്റ് ചെയ്ത് കിട്ടാൻ പറ്റും. ഈ നമ്മുടെ സിർക്കാഡിയൻ റിതം അതുമായിട്ട് കറക്റ്റ് ചെയ്ത് പോകാൻ. അതിൻ്റെ ജെറ്റ് ലാഗ് ഉള്ളവർക്ക് എന്ത് പറ്റുമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പകൽ വരുമ്പോൾ കൂടെ മൂഡ് ഔട്ടായിരിക്കും, സമയത്തിന് ഉറങ്ങാൻ പറ്റത്തില്ല, ക്ഷീണം, തലവേദന, അങ്ങനെയുള്ള വിശപ്പില്ലായ്മ, ഇങ്ങനെ കുറേ കാര്യങ്ങൾ അവർക്ക് വേണം. ഇത് കുറച്ചൊക്കെ നമുക്ക് അവോയ്ഡ് ചെയ്യാൻ പറ്റും. യാത്രയുടെ ഇടയിൽ ഡ്രിങ്ക്സ് ഒന്നും കഴിവതും കഴിക്കാതിരിക്കുക. പ്രത്യേകിച്ച് വെള്ളം കുടിക്കണം, ശരിക്കും കുടിക്കണം. ആ സമയത്ത് കഴിവതും നമ്മുടെ എണ്ണീറ്റ് നടക്കുക. പിന്നെ നമ്മൾ ഇപ്പം ഇന്ത്യയിലേക്കാണ് വരുന്നെങ്കിൽ ഇന്ത്യയുടെ ടൈം അനുസരിച്ച് ഫ്ലൈറ്റിൽ ഇരുന്ന് തന്നെ കുറച്ച് നേരം ആ സമയം അനുസരിച്ച് ഒന്ന് ഉറങ്ങാൻ ശ്രമിക്കുക. ഇവിടുത്തെ ടൈം നമുക്ക് മുൻകൂട്ടി അറിയാമല്ലോ, അതിനനുസരിച്ച് ഫ്ലൈറ്റിലിരുന്ന് ഉറങ്ങാൻ ശ്രമിക്കുക. അങ്ങനെയുള്ള കുറച്ച്. പിന്നെ പൊതുവെ പറയുകയാണെങ്കിൽ പ്രായമുള്ളവർക്കാണ് ജെറ്റ് ലാഗ് ഏറ്റവും കൂടുതൽ ബുദ്ധിമുട്ട്. കുട്ടികൾക്കിത് ഞാൻ പറഞ്ഞ ഈ മണിക്കൂറൊന്നും വരില്ല. കുട്ടികൾക്ക് പെട്ടെന്ന് 2-3 ദിവസം കൊണ്ട് അവരങ്ങ് അഡ്ജസ്റ്റഡ് ആവും. പക്ഷേ പ്രായം 60-65 വയസ്സ് കഴിഞ്ഞൊരു വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം ഈ ജെറ്റ് ലാഗ് അഡ്ജസ്റ്റ് ചെയ്ത് വരാൻ കുറേ ദിവസങ്ങളെടുത്തും ചിലപ്പോൾ 2 ആഴ്ച വരെ എടുത്തെന്ന് വരും. സാർ, ഈ ഉറക്കക്കുറവ് ക്യാൻസർ വരെ ഉണ്ടാക്കാമെന്ന് പറയുന്നുണ്ടല്ലോ, അത് ശരിയാണോ? 100%. കാരണം ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഞാൻ പറയാൻ വിട്ടുപോയാണ്. ഒന്ന്, ഉറക്കം എന്ന് പറയുന്ന അത് ഏറ്റവും അത്യാവശ്യം വേണ്ടത് തലച്ചോറിനാണ്. അത് കഴിഞ്ഞാൽ രണ്ടാമതൊരു കാര്യം വേണ്ടത് നമ്മുടെ ഹോർമോൺ സിസ്റ്റം, അതെല്ലാം താറുമാറാവും. മൂന്നാമത്തത് നമ്മുടെ ഇമ്മ്യൂൺ സിസ്റ്റമാണ്. കാരണം നമ്മുടെ ഈ ഓരോ ദിവസത്തും ഏറ്റവും കൂടുതൽ പ്രവർത്തനങ്ങൾ ചെയ്യുന്ന ഒരു സിസ്റ്റം നമ്മൾ ശ്രദ്ധിക്കുന്നില്ലെന്നുള്ളേ ഉള്ളൂ, ഇമ്മ്യൂൺ സിസ്റ്റം ആണ്. അപ്പോൾ ഇമ്മ്യൂൺ സിസ്റ്റത്തിലുള്ള ഈ കോശങ്ങൾക്ക് പല കേടുപാടുകളും പകലത്തെ ഈ കാര്യങ്ങളുണ്ട്. നമ്മൾ ശ്വസിക്കുന്ന എയറിനകത്തുള്ള രോഗാണുക്കൾ നമ്മളറിയാതെ തന്നെ, ഇതെല്ലാം നമ്മൾ അറിയുന്നില്ലെന്നുള്ളേ ഉള്ളൂ. എത്രയോ രോഗാണുക്കളെ നമ്മൾ ശ്വസിക്കുന്നത്. ഇതിനെല്ലാം നമ്മുടെ തൊണ്ടയിലും ഒക്കെയുള്ള ഇമ്മ്യൂൺ സിസ്റ്റം കോശങ്ങൾ, അഥവാ രക്തത്തിൽ കയറിയ രക്തത്തിലുള്ള ഈ കോശങ്ങൾ, വൈറ്റ് കോർപ്പസിലും മറ്റുള്ള മൈക്രോഫേസ് എല്ലാം അതിനെ കൺട്രോൾ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അതിൽ കുറേ കോശങ്ങൾ നശിക്കുന്നുണ്ട്. ഇത് റിപ്പയർ ചെയ്യപ്പെടുന്ന എപ്പോഴാണ്? NREMൻ്റെ 3rd സ്റ്റേജിലാണ്. എന്നത് റിപ്പയർ ചെയ്യുക പ്രോപ്പറായിട്ട് NREM 3rd സ്റ്റേജ് സ്ലീപ്പ് കിട്ടിയില്ലയോ ഈ ഇമ്മ്യൂൺ സിസ്റ്റം പ്രോപ്പറായിട്ട് വർക്ക് ചെയ്യത്തില്ല. ക്യാൻസർ എന്ന് പറയുന്നത് എന്താണ്? നമ്മൾ ആയിരക്കണക്കിന് കോശങ്ങൾ, പുതിയ പുതിയ കോശങ്ങൾ നമ്മുടെ ശരീരത്തുണ്ടാകുമല്ലോ, കോടിക്കണക്കിനാണ് ഉണ്ടാകുന്ന ഒരു ദിവസം. അതുണ്ടാകുന്നതിനകത്ത് ചില കോശങ്ങൾ അബ്നോർമൽ കോശങ്ങളായിരിക്കും, സെല്ലുകളായിരിക്കും. ചിലത് ആ അബ്നോർമൽ സെല്ലുകളെ നമ്മുടെ ഇമ്മ്യൂൺ സിസ്റ്റം അന്നേരം തന്നെ ഐഡൻറ്റിഫൈ ചെയ്ത് നശിപ്പിച്ച് കളയാണ്. അപ്പോൾ ഈ നശിപ്പിച്ച് കളയണമെങ്കിൽ നമ്മുടെ ഇമ്മ്യൂൺ സിസ്റ്റം പ്രോപ്പറായിരിക്കണം. ഏതെങ്കിലും ഓരോ ദിവസം ഇപ്പം നോർമൽ ഹെൽത്തി ആയിട്ടുള്ള വ്യക്തിക്ക് പോലും ആയിരക്കണക്കിന് ക്യാൻസർ കോശങ്ങൾ ദിവസം ഉണ്ടാകുന്നുണ്ട്. പക്ഷേ ഈ കോശങ്ങളെ കണ്ടുപിടിച്ച് നശിപ്പിക്കാൻ നമ്മുടെ ഇമ്മ്യൂൺ സിസ്റ്റത്തിന് പറ്റാത്ത ഒരു അവസരം വന്നു കഴിഞ്ഞാൽ ഈ കോശങ്ങൾ മൾട്ടിപ്ലൈ ചെയ്യുന്നു. അതാണ് ക്യാൻസർ. അപ്പം നമ്മുടെ ഇമ്മ്യൂൺ സിസ്റ്റം ശരിക്കും പറഞ്ഞാൽ ഒരു നല്ല 90% രോഗങ്ങളും ഈ ഇമ്മ്യൂൺ സിസ്റ്റമായിട്ട് ബന്ധപ്പെട്ട പ്രശ്നങ്ങളാണ്. അപ്പോൾ അത് കറക്റ്റായിട്ട് മെയിൻറ്റെയിൻ ചെയ്യണമെങ്കിൽ നമുക്ക് NREMൻ്റെ സ്ലീപ്പ് വളരെ 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 ഇമ്പോർട്ടൻ്റ് ആണ്. പലപ്പോഴും ഈ ഉറക്കക്കുറവിന് വേണ്ടി ഉറക്കഗുളികൾ കഴിക്കുന്നുണ്ടല്ലോ സാർ. ആ ഉറക്കഗുളികൾ ഉപയോഗിക്കുന്നതുകൊണ്ട് നമുക്ക് ശരിക്കും നല്ല ഉറക്കമാണ് കിട്ടുന്നത്? അത് നമ്മുടെ സിറ്റുവേഷൻ അനുസരിച്ചിരിക്കും. ഉറക്കക്കുറവെന്ന് പറയുന്നത് 3 വിധത്തിലാണ്. ഒന്ന്, ഉറങ്ങാൻ വളരെയധികം ബേസിക്കലി അത് 2 തിരിക്കും. പെട്ടെന്നുണ്ടാകുന്ന ഒരു ഉറക്കക്കുറവ്. ഇപ്പോൾ ഉദാഹരണമായിട്ട് നമ്മുടെ ഒരു ജെറ്റ് ലാഗ് തന്നെ. ജെറ്റ് ലാഗ് വരുമ്പോഴത്തേക്ക് നമുക്ക് തിരിച്ചു വരും. അമേരിക്കയിൽ നിന്ന് വന്നു കഴിഞ്ഞാൽ കുറച്ച് ദിവസം ഉറക്കമില്ല. അതൊരു അക്യൂട്ട് ഇൻസോംനിയ എന്ന് പറയും. അത് നമുക്ക് മെലറ്റോണിൻ പോലുള്ള മരുന്നുകൾ കഴിച്ചാൽ അത് ഒരാഴ്ച കൊണ്ട് അങ്ങ് റെഡിയാവും. നേരെ മറിച്ച് നമുക്ക് ചിലർക്ക് പ്രായമായി കഴിഞ്ഞാൽ പിന്നെ മാസങ്ങളോ അല്ലെങ്കിൽ വർഷങ്ങളോ പിന്നെ പ്രോപ്പറായിട്ട് ഉറങ്ങലില്ല. അത് തന്നെ നമുക്ക് 3-4 തരത്തിലുണ്ട്. ഒന്ന്, കട്ടിലിൽ പോയി കിടക്കും പക്ഷേ ഉറക്കം വരത്തില്ല.
2 മണി 3 മണിയാകുമ്പോഴാണ് ഉറങ്ങുക. 10 മണിക്ക് പോയി കിടക്കുന്നു, പക്ഷേ 2 മണി 3 മണി വരെ അത് ഉറങ്ങാതെ കിടക്കുന്നു. പിന്നെ വെളുപ്പിന് സ്വല്പ നേരം കിടന്ന് 6 മണി 7 മണിയാകുമ്പോൾ ഉണരുന്നു. വേറൊരു സിറ്റുവേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ 10 മണിക്ക് കിടക്കുന്നു, ഉടനെ ഉറങ്ങുന്നു, പക്ഷേ 2 മണിക്കൂർ കഴിയുമ്പോഴത്തേക്ക് എണീക്കേണ്ടി വരുന്നു, അങ്ങ് ഉണർന്നു പോകുന്നു. മേ ബി മൂത്രം ഒഴിക്കാനായിരിക്കും. പിന്നെ അത് കഴിഞ്ഞ് തിരിച്ചു വന്നു കഴിയുമ്പോൾ ഉറക്കം പ്രോപ്പറായിട്ട് കിട്ടുന്നില്ല. അങ്ങനെയുള്ള പിന്നെ മൂന്നാമതൊരു കേസ് എന്ന് പറഞ്ഞാൽ 8 മണിക്കൂറും ഉറങ്ങുന്നുണ്ട്, പക്ഷേ രാവിലെ എണ്ണീറ്റാലും ഒരു ഫ്രഷ്നെസ് തോന്നത്തില്ല, ഒരു ഉന്മേഷമില്ല. അത് മിക്കവാറും ഒബ്സ്ട്രക്റ്റീവ് സ്ലീപ്പ് ആപ്നിയ ആയിരിക്കും. കൂർക്കം വലി ഉണർന്നവർക്ക് ഓക്സിജൻ്റെ അളവ് കുറഞ്ഞിട്ട് വരുന്നത്. അപ്പോൾ ഈ സിറ്റുവേഷൻ അനുസരിച്ചാണ് ഇതിൻ്റെ ചികിത്സ. ഒബ്സ്ട്രക്റ്റീവ് സ്ലീപ്പ് ആപ്നിയയും സ്നോറിങ് ആണെങ്കിൽ അതിന് നമ്മൾ തീർച്ചയായിട്ടും അതിൻ്റെ നമ്മൾ ഡോക്ടർമാരെ കണ്ടിട്ട് ഇതിൻ്റെ കാരണം എന്താണെന്നുള്ള ഐഡൻറ്റിഫൈ ചെയ്യണം. പലപ്പോഴും മൂക്കിലുള്ള തടസ്സമോ തൊണ്ടയിലുള്ള തടസ്സമോ അല്ലെങ്കിൽ ഈ ഒബീസിറ്റി ഇങ്ങനെയുള്ള കാരണങ്ങളായിരിക്കും. അത് ഐഡൻറ്റിഫൈ ചെയ്തിട്ട് അത് മാനേജ് ചെയ്യുന്നതിനോടൊപ്പം നമുക്ക് ഇപ്പം മൂക്കിൽ ദശയാണെങ്കിൽ നമ്മൾ എന്ത് ചെയ്താലും കാര്യമില്ല, നമ്മളത് റിമൂവ് ചെയ്ത് അതെല്ലാം ട്രീറ്റ് ചെയ്തേ പറ്റൂ. അല്ലെ ടോൺസിൽ വീർത്തിരിക്കുക. കുട്ടികളിൽ അഡിനോയിഡ് വളരെ വലിയ പ്രശ്നമാണ്. കുട്ടികളിലെ അഡിനോയിഡ് എന്ന് പറയുമ്പോഴത്തേക്ക് അവർക്ക് ഓക്സിജൻ കിട്ടുന്നില്ല എന്ന് മാത്രമല്ല, അവർക്ക് അവിടെ തലച്ചോറ് വളരേണ്ട കിട്ടേണ്ട ലെവലിലുള്ള ബുദ്ധി പോലും കിട്ടത്തില്ല, മെമ്മറി പവർ കിട്ടത്തില്ല. ഇത് പെർമനൻ്റാണ്. പല മാതാപിതാക്കളും ഇനി അടുത്ത കൊല്ലം പരീക്ഷ കഴിഞ്ഞിട്ട് വെക്കേഷൻ ആവട്ടെ എന്ന് പറയാറുണ്ട്. പക്ഷേ ശരിക്കും പറഞ്ഞാൽ അത് വലിയ കഷ്ടമാണ്. ആ കുട്ടിയുടെ പെർമനൻ്റ് ആയിട്ടുള്ള മെമ്മറിയും ബുദ്ധിയൊക്കെ കുറയണം. ഇങ്ങനെയുള്ള സിറ്റുവേഷൻസ് ഉണ്ട്. അതൊക്കെ നമ്മൾ കറക്റ്റ് ചെയ്യുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനം. അത് നേരെ മറിച്ച് ഈ അക്യൂട്ട് ഇൻസോമിനിയൊക്കെ ആണെങ്കിൽ ഇങ്ങനെയുള്ള ചില മെഡിക്കേഷൻ കൊടുത്താൽ യാതൊരു കുഴപ്പമില്ല, 1-2 ആഴ്ച കഴിച്ചാൽ മാറും. പക്ഷേ ക്രോണിക് ഇൻസോമിനിയയ്ക്ക് ഈ ഉറക്ക ഗുളികകൾ കഴിവതും നല്ലതല്ല. അതിന് ചില സ്ലീപ്പ് ഏറ്റവും നല്ലത്. എന്തുകൊണ്ട് ഈ ഇൻസോമിനിയ വരുന്നത്? പലർക്കും പല ചെറിയ ചിന്തകളായിരിക്കും. അതിന് പല മെത്തേഡുണ്ട്. അതിന് സ്ലീപ്പ് ഹൈജീൻ അത് പിന്നെ അത് ഒരു വലിയ ഒരു വേറൊരു ഇൻ്റർവ്യൂവിലേ നമുക്ക് പറയാൻ പറ്റും. കുറേ സമയം എടുക്കും. അത് തന്നെ ചിലപ്പോൾ എനിക്കൊന്ന് 1/2 മണിക്കൂർ എടുക്കുമെന്ന് തോന്നും. അത് പ്രോബ്ലി അടുത്ത ഒരു ഇതിൽ നമുക്ക് സംസാരിക്കാം. അപ്പോൾ ആ സ്ലീപ്പ് ഹൈജീൻ ടെക്നിക്കുകൾ ചെയ്തു കഴിഞ്ഞാൽ അതാണ് ഏറ്റവും നല്ലത്. പിന്നെ കോഗ്നേറ്റീവ് ബിഹേവിയറൽ തെറാപ്പി, അതും സ്ലീപ്പ് ഹൈജീനൊക്കെ റിലേറ്റഡാണ്. അങ്ങനെയുള്ള ഒരു ട്രീറ്റ്മെൻ്റ് ഉണ്ട്. മെഡിക്കേഷൻ കഴിക്കാതെ കഴിവതും, പിന്നെ തീരെ നിവൃത്തിയില്ലെങ്കിൽ നമുക്ക് ചെറിയ തോതിലുള്ള അത് കഴിവതും അതിൻ്റെ ഇപ്പോൾ ഒരു ആൻസൈറ്റി ആണെങ്കിൽ ആൻസൈറ്റിക്കുള്ള ട്രീറ്റ്മെൻറ്റ്, ചിലപ്പോൾ ഒരു സൈക്കോളജിക്കൽ ഒരു ഡിപ്രഷനാണെങ്കിൽ ഡിപ്രഷൻ്റെ ട്രീറ്റ്മെൻറ്റ് എടുത്താൽ മതി. അപ്പോൾ അത് മനസ്സിലാക്കി വേണം ചികിത്സ എടുക്കാൻ. അല്ല ചുമ്മാ ഉറക്ക ഗുളിക കയറി കഴിച്ചു കഴിഞ്ഞാൽ നേരത്തെ ഞാൻ സൂചിപ്പിച്ചാൽ പലപ്പം ആ ഡീപ്പ് സ്ലീപ്പും അതിൻ്റെ ബെനിഫിറ്റുകളും പ്രോപ്പറായിട്ട് കിട്ടത്തില്ല. പിന്നെ ഓഫ് കോഴ്സ് ഈ പല പ്രാവശ്യം മൂത്രം ഒഴിക്കാൻ എണ്ണിക്കുന്ന ഒരു പുരുഷന്മാരെ സംബന്ധിച്ചിടത്തോളം പ്രോസ്റ്റേറ്റ് ഇഷ്യൂ ഒരു വലിയൊരു ഇഷ്യൂ ആണ്. അപ്പോൾ അതുണ്ടെങ്കിൽ അങ്ങനെ വല്ല 3-4 പ്രാവശ്യം ഒരാൾ മൂത്രം ഒഴിക്കാൻ എണ്ണിക്കുന്നെങ്കിൽ അത് കണ്ടുപിടിക്കണം. എന്തെങ്കിലും ഫിസിക്കലായിട്ടുള്ള മാറ്റം, ശാരീരികമായിട്ടുള്ള എന്തെങ്കിലും പ്രശ്നം ഉണ്ടോ എന്നുള്ളത് നോക്കണം. പ്രത്യേകിച്ച് അൺകൺട്രോൾഡ് പ്രഷർ, ഡയബറ്റീസ് ഷുഗർ കൂടുന്നതും പ്രശ്നമാണ്, ഷുഗർ കുറയുന്നതും പ്രശ്നമാണ്. പ്രത്യേകിച്ച് ഇൻസുലിനൊക്കെ എടുത്തു കഴിഞ്ഞാൽ ഹൈപ്പോഗ്ലൈസീമിയ പോയി കഴിഞ്ഞാൽ സ്ലീപ്പ് ഡിസ്റ്റർബ്ഡ് ആകും. പിന്നെ അതേപോലെ ആസ്മ, വാദത്തിൻ്റെ വേദനകൾ, ഇതെല്ലാം ചിലപ്പോൾ ഉറക്കത്തിനെ ഡിസ്റ്റർബ് ചെയ്യുന്ന പ്രശ്നം. അങ്ങനെ ഉണ്ടെങ്കിൽ അത് മാനേജ് ചെയ്യുക എന്നുള്ളതാണ് പ്രധാനം. ഉറക്കത്തെ പറ്റി ഇന്ന് സാർ കുറേയേറെ കാര്യങ്ങൾ നമ്മൾ സംസാരിച്ചു. ഇനിയും ഒരുപാട് സംസാരിക്കാനുണ്ട്. പ്രത്യേകിച്ചും ഉറക്കം എങ്ങനെ ഇമ്പ്രൂവ് ചെയ്യാമെന്നുള്ളതിനെ പറ്റി നമുക്ക് സംസാരിക്കേണ്ട. അതിന് ഒരുപക്ഷെ മണിക്കൂറുകൾ എടുക്കും. ഇന്ന് സമയക്കുറവ് കൊണ്ട് നമുക്കിവിടെ കൺക്ലൂഡ് ചെയ്യാം.